രതീഷ് ചക്രപാണി, ഇത് ഈ ചർച്ചയിൽ രണ്ട് ഭാഗങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്യണമെന്നാണ് തീരുമാനിച്ചത്. ഒന്ന് വിലക്കയറ്റവും, രണ്ട് ഈ നുണ നേരത്തെ പി കെ ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ. ഇവിടെ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ട ആ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, മുഖ്യമന്ത്രി മനോരമയുടെ കോൺക്ലേവിലാണ് പ്രസംഗിച്ചത്. അതായത് 22 നിയമങ്ങൾ ഭേദഗതി ചെയ്ത് 22 അനുമതി വേണം സംസ്ഥാനത്ത് ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ. ഇനി അത് ഞങ്ങൾ മാറ്റിക്കുറിക്കുകയാണ് ഏകജാലകത്തിലൂടെ. ഇത് 2022 LDF സർക്കാർ അന്ന് പി രാജീവ് മന്ത്രിയായിരിക്കുമ്പോൾ നടപ്പിലാക്കിയതാണ്. അത് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും അത് എത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഒരു വ്യവസായിയുടെ, അതായത് ബ്രാഹ്മിൺസിൻ്റെ സിഒയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. ഈ സമീപകാലത്ത് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞ നുണകൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിക്കാം. വിഴിഞ്ഞത്ത് അദ്ദേഹം ആ വിഴിഞ്ഞത്തിൻ്റെ എക്സിം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വേദിയിൽ നിന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. നിലമേലിലെ ഒരു ഫാക്ടറി, ഒരു സ്ഥാപനം ഇഡ്ഡലി കയറ്റുമതി ചെയ്യുന്നു, ഇഡ്ഡലി കയറ്റുമതി ചെയ്തില്ല എന്ന് കമ്പനിക്കാർക്ക് തന്നെ പറയേണ്ടി വരുന്നു. അതിനു മുൻപ് അതായത് പി രാജീവ് വളരെ മുൻകൂട്ടി തന്നെ പറഞ്ഞൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ കിടക്കുന്നു. അതായത് ഹുണ്ടായ് കമ്പനിയുടെ നിക്ഷേപം കൊച്ചിയിൽ വരാൻ പോകുന്നു, അത് എല്ലാ കരാറും ഒപ്പിട്ട് കഴിഞ്ഞു, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇത് പിന്നീട് ഒരുപക്ഷെ വി ഡി സതീശൻ തൻ്റെ പദ്ധതിയിലേക്ക് മാറ്റം അയക്കാം എന്ന് പി രാജീവ് പറഞ്ഞു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വി ഡി സതീശൻ അത് വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നു 5000 കോടിയുടെ നിക്ഷേപം വരുന്നു എന്നുള്ളത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇങ്ങനെ നിരുത്തരവാദപരമായി നിരന്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ സിജു, ഈ ചർച്ചയിലിരുന്നിട്ട് എനിക്ക് ചിരിയടക്കാൻ കഴിയുന്നുണ്ടായില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ വളരെ സീരിയസ് ആയി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷെ അത്രയും സീരിയസ് ആയിട്ട് ഈ ചർച്ചയിൽ ഇനി പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ പി കെ ഗോപൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഇപ്പോൾ പഞ്ചസാരയും ശർക്കരയുടെയും കാര്യം അദ്ദേഹം പറഞ്ഞു. ഉഴുന്ന്, പരിപ്പ്, മല്ലി, വൻപയർ, ഇതിനെല്ലാത്തിനും ഞാൻ റേറ്റുകൾ പറയുന്നില്ല. ഈ റേറ്റുകളടക്കം വലിയ കൂടുതലാണ്. ഇപ്പം ഞാലിപ്പൂവൻ പഴമടക്കം, ആളുകൾ എല്ലാവരും തന്നെ ഈ പായസം കഴിക്കാനൊക്കെ വേണ്ടി മേടിക്കുന്ന പഴമടക്കം ഏതാണ്ട് 100 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു സ്വപ്നലോകത്തെ ബാലഭാസ്കറായി ഞാൻ ആകെ കണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട റെജിന സുണ്ണിത്താനാണ്. എന്താണെങ്കിലും അദ്ദേഹം സന്തോഷത്തിലാണ് എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. അതുപോലെ നിരവധി തിരുവനന്തപുരത്തൊക്കെ തമ്പടിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരും സന്തോഷത്തിലാണ്. പക്ഷേ ബാക്കി ആരും സന്തോഷത്തിലല്ല. ഇനി ഈ ഗവൺമെൻറ്റിനെ നമ്മളൊന്ന് സമഗ്രമായി വിലയിരുത്തിയാൽ, അതിനെ യഥാർത്ഥത്തിൽ 100 ദിവസങ്ങളുടെ കാര്യമെടുത്ത് നോക്കിയാൽ സിജു, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമ്മൾ 4 തരത്തിൽ അതിനെ വിഭജിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്തായിരുന്നു? ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ഇവിടെ ഏറ്റവും ആദ്യം പ്രളയസമാനമായ സിറ്റുവേഷൻ ഉണ്ടായി ആളുകൾ മുഴുവൻ ജീവൻ കയ്യിൽ പിടിച്ച് ഈ പറഞ്ഞ പോലെ മരണപ്രാളത്തോട് ഓടുമ്പോൾ, അവരുടെ കുടുംബങ്ങൾ തകർന്നു വീഴുമ്പോൾ, അവരുടെ മക്കൾ ഈ പറഞ്ഞ പോലെ മണ്ണിനടിയിൽ പെടുമ്പോൾ, അത്തരത്തിൽ വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഈ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് 24 മണിക്കൂറിനകം കാണിച്ചത് ബെക്കാഡിക്കും റിലയൻസിനും വേണ്ടിയുള്ള വീര്യം കുറഞ്ഞ മദ്യം അതൊഴുക്കാനുള്ള ഫയലാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ഇനി ഇതുപോലെ ഈ പറയുന്ന പ്രളയമുണ്ടായ സമയത്ത് യഥാർത്ഥത്തിൽ അവരെന്താണ്, ബൈമി കോഫിയുടെ ഓഫീസും അതുപോലെ തന്നെ ഈ പല ജ്വല്ലറികളുമൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഓടുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഏകോപനം ഏറ്റെടുക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും അദ്ദേഹം അത് AP അനിൽകുമാറിനെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. പിന്നെ കണ്ടത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മീറ്റിലാണ്. പിന്നെ കണ്ടത് ഒരു മുസ്ലിം ലീഗ്, യൂത്ത് ലീഗിൻ്റെ വീട്ടിലെ വിരുന്നാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രയോറിറ്റി എന്താണെന്ന് പറയണ്ടല്ലോ. ഇനി ഇതൊക്കെ പോട്ടെ, യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രയോറിറ്റി എന്താണ്? അതിൽ നമുക്കറിയാം, PM നിയാസിനെയോ അല്ലെങ്കിൽ അലോഷ്യസ് സേവറിനെയോ കാണാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവർ പോലും കാണാൻ വിസമ്മതിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ ശശികല ടീച്ചറെയും അതുപോലെ തന്നെ RV ബാബുവിനെയും കാണുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന രംഗമൊന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ പോയിന്റ് വളരെ ക്ലാരിറ്റിയോടുകൂടെ പറയാം, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റികൾ വലുതായിരുന്നു. ഇനി രണ്ടാമത്തത് പോളിസി എന്താണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ്? യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കുറേ PR വർക്കൊക്കെ നടത്തി നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിരുന്നു. PM ശ്രീനിവരുടെ നിലപാട് എന്താണ്? നിലപാട് പലതവണ മലക്കം പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും അത് ഇടതുപക്ഷത്തെയും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ രോഷവും കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിരവധി യൂട്ടേണുകൾ എടുത്ത് യൂട്ടേൺ എടുത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് വീണ്ടും കുപ്പത്തൊട്ടിയിലെറിയും, അറബിക്കടലിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് പറയുന്ന നിലപാടിലാണ്. വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു നിലപാട്? 2 നോമിനികളെ അപ്പോയിൻറ്റ് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയാണ്. പക്ഷേ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ കേസ് പരിഗണനയിലാണ് എന്നുള്ളത് കൊണ്ട് പിണറായി സർക്കാർ അപ്പോയിൻറ്റ് ചെയ്യാൻ വിസമ്മതിക്കുകയും യഥാർത്ഥത്തിൽ അത് പിന്നീട് അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഈ ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടൂ, ഞങ്ങൾ നിയമത്തിനനുസരിച്ച് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്നാണ്.
എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമായി പറയുന്നു, ഒരു നിലപാടുകളും ഇവർ ഉറച്ചു നിന്നിട്ടില്ല. അതായത് ഇവിടെയുള്ള വഖഫ് ബോർഡിനും ഈ പറഞ്ഞ മുസ്ലിം സമുദായമടക്കം പ്രതീക്ഷയോട് കൊടുക്കേണ്ട എല്ലാ നിലപാടുകളും ഇവരെന്ത് ചെയ്തു മാറ്റി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി സമരം ചെയ്യുന്ന ഒരു കാര്യം. അതെന്താ? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ RSS സംഘപരിവാർ വൽക്കരണം നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തോന്നിയപടി വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുകയും ആ വൈസ് ചാൻസലർമാർ പറയുന്ന കള്ളങ്ങൾ, ഏറ്റവും ഒടുവിൽ സിസ തോമസ് പറഞ്ഞ എന്താ, ശവമഞ്ചം ഒരുക്കിയെന്നാണ്. ആ കള്ളങ്ങൾക്ക് കുടപിടിക്കുകയും ചെയ്യുന്ന റോജി എം ജോണിനെയും അതുപോലെ രമേശ് ചെന്നിത്തലയും നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞതാണ്, ഇത്തരത്തിൽ നിലപാടുകളിൽ യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, കേരളത്തിൻ്റെ അന്തസ് അങ്ങേയറ്റം പിടിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 100 ദിവസങ്ങൾ കൊണ്ട് 51ഓളം വരുന്ന സോളിഡ് ആയിട്ടുള്ള നുണകൾ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അർദ്ധസത്യങ്ങളൊക്കെ കൂടി എടുത്തു വെച്ചാൽ 100-ലധികം കഴിയും. അത്തരത്തിൽ ഒരു നുണ എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ കോമണായി നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള ലെവലിലെത്തുന്നു. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ എന്താ, ബെക്കാഡി കമ്പനിയുടെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ശിവ ശ്രീകളിലും അതുപോലെ തന്നെ ജോണി വാക്കറിനും ഒക്കെ പിണറായി സർക്കാർ ഇതുപോലെ കുറച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എക്സൈസ് തീരുവ കൂടി കൂട്ടുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അടുത്ത് തന്നെ വരും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വരും. കൂടാതെ അത് വിൽക്കുന്നത് ഗവൺമെൻറ് മാത്രമാണ് എന്ന് പറയുന്ന സത്യം അദ്ദേഹം മറച്ചു വെച്ചു. പിന്നെ ഞാൻ ഉദാഹരണങ്ങൾ പറയാൻ പോയാൽ ഇന്ന് മുഴുവൻ തീരില്ല, പക്ഷേങ്കിൽ 2-3 ഉദാഹരണങ്ങൾ കൂടി പറയാം. PM ശ്രീ അത് നടപ്പാക്കാതെ നിവർത്തിയില്ല, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പണം മേടിച്ചു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അദാനിയുമായി ബന്ധപ്പെട്ട് അതിർത്തി അറിയിച്ചു എന്ന് പറഞ്ഞു. അതിൽ തന്നെ അദ്ദേഹം ഒരു ട്രിക്ക് കാണിച്ചു, അദാനിയുമായി ബന്ധപ്പെട്ട് അതിർത്തി അറിയിച്ചു, പക്ഷേ അവങ്ങോട് ലെറ്റർ ഒന്നുമില്ല, പകരം അവർ ഇങ്ങോട്ട് അയച്ച ലെറ്റർ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ MDMAയുടെ ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരിചയം, ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സോഷ്യൽ മീഡിയ ടീമില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം 2023 മുതലാണെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വല്ല നുണ പറയേണ്ട ആവശ്യമുള്ള കാര്യമാണോ? യഥാർത്ഥത്തിൽ ബാക്കിയുള്ളതിനൊക്കെ ഒരു രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ നുണ പറയണം എന്നെങ്കിലും, ഞാൻ പറഞ്ഞ അങ്ങനെ പോലും പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെയെങ്കിലും വിചാരിക്കാം. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ എന്താ, വെറുതെ ഒരു അടിയങ്ങ് അടിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് എന്താണ്, ആദ്യത്തെ നിലമേൽ എക്സ്പോർട്ടേഴ്സ് കയറ്റുമതി ചെയ്തതിൽ ഈ പറയുന്ന പോലെ എന്തുണ്ട്, ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്, പഴംപൊരിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ പറയുക? ഇത് വല്ല ആവശ്യമുള്ള കാര്യമാണോ? അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായി ആവശ്യമില്ലാതെ തന്നെ ഇതുപോലെ നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു കേരള മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഇതുപോലെ ഇടിച്ചു കളഞ്ഞ, ഒരു അന്തസ്സ് താഴ്ത്തി കളഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ചുരുക്കി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. 4ാമത്തെ ഒരു പോയിന്റ്, അതെന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അവഹേളനമാണ്. ആ അവഹേളനം എന്താണ്? എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. പത്രസമ്മേളനങ്ങളിൽ യുദ്ധത്തിൻ്റെ വാക്കുകളാണ്, എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കൂ, നിങ്ങളുടെ സൂക്കേട് ഞാൻ തീർത്തു തരാം. വേറൊരു പെൺകുട്ടിയോടും അമ്മയോട് പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സൂക്കേട് തീർന്നോ, ഇയാളുടെ സൂക്കേട് ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നേരത്തെ പറഞ്ഞ വിലക്കയറ്റം, അതുപോലെ പൊതു വിപണിയിൽ ഇടപെടൽ, ഇതൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം, എറണാകുളത്ത് തന്നെ P രാജീവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വൈറ്റ്ലയിലടക്കമുള്ള സ്ഥലങ്ങളിൽ നിരവധി ഇപ്പറഞ്ഞ ഓണച്ചന്തകളുണ്ടായിരുന്നു. അതായത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് നിരവധി അത്തരത്തിൽ സഹകരണ മേഖലയിൽ ഓണച്ചന്തകൾ തുടങ്ങിയിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. ഇക്കാര്യം തന്നെയാണ് രതീഷ്, ഇക്കാര്യം തന്നെയാണ് നേരത്തെ PK ഗോപൻ അടക്കം സുന്നിത്താനൊക്കെ മാത്രമാണ്.